നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യ അത് യുദ്ധഭീതിയിലാണ്. ആ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു പശ്ചിമേഷ്യയിലേക്ക്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ കലുഷിതം. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി ഇറാൻ വർഷിച്ചത് 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ. ആൾനാശം ഉണ്ടായിട്ടില്ലെന്ന ഇസ്രായേൽ. ടെല്ലവീവിലെ ഭീകരാക്രമണത്തിൽ 6 മരണം. തിരിച്ചടിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക. ഇറാന്റെ ആക്രമണം ചെറുക്കാൻ നേരിട്ടിടപെട്ടുവെന്ന് പെന്റഗൺ. ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. അടിയന്തര യോഗം വിളിച്ച് UN സുരക്ഷാ കൗൺസിൽ. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ രാജ്യം. 155-ാം ജന്മദിനത്തിൽ വിപുലമായ ആഘോഷങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. KT ജലീൽ എന്തു പറയുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ജലീലിന്റെ പുസ്തക പ്രകാശനം 10 മണിക്ക്. രാഷ്ട്രീയ ഭാവിയിലും നിലപാടറിയിക്കും. വിമർശനം തുടരാൻ PV അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. വാർത്താരംഭത്തിലേക്ക് വിശദമായി. നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം. അതിനു മുൻപ് എറണാകുളത്ത് നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ദൃശ്യത്തോടുകൂടി വാർത്താരംഭം ആരംഭിക്കാം. എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും ദൃശ്യത്തിൽ കേൾക്കാം. തിങ്കളാഴ്ചയുണ്ടായ ഈ അപകടത്തിൽ 20 പേർക്കാണ് പരിക്കേറ്റത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ശ്വാസം മുട്ടിപ്പോകുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. എങ്കിൽ പോലും 20 പേരുടെ പരിക്കിൽ അത് തീർന്നു എന്ന് ആശ്വസിക്കാം. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? എൽദോ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നും. അത്ര വലിയൊരു ദൃശ്യമാണ്. പക്ഷേ അത് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ആക്സിഡന്റ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ളതാണ്. 20ഓളം പേർക്ക്, ഈ ഡ്രൈവർ അടക്കം 20ഓളം പേർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകളെ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ ആശ്വാസമാണ്. പക്ഷെ നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. അതായത് എറണാകുളം ലൈറ്റ് ഹൗസ് റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണിത്. ഇത് കൃത്യമായി പറഞ്ഞാൽ വല്ലാർപാടം കണ്ടെയ്നർ റോഡ് വഴി പോകുന്ന ബസ്സാണ്. അത് വരാപ്പുഴയിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. അതിനിടയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം, ആ ഡ്രൈവർ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് ഉച്ചത്തിൽ അലറുന്നതായി നമുക്ക് കേൾക്കാം. ഇത് കേട്ട് യാത്രക്കാരും വല്ലാതെ പരിഭ്രാന്തരായി നിലവിളിക്കുന്നുണ്ട്. ഈ ബസ് നിർത്താൻ ശ്രമിക്കുന്നുവെങ്കിലും പക്ഷെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനാൽ അത് നിർത്താൻ സാധിക്കുന്നില്ല. ഉടനെ തന്നെ അതിലെ പോയ, ഈ ബസിന്റെ തൊട്ടു മുന്നിൽ പോയ ആംബുലൻസ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ ആംബുലൻസിൽ
നട്ടലിന് പരിക്കേറ്റ ഒരു രോഗിയുമായി പോവുകയായിരുന്നു. ആ ആംബുലൻസ് ശക്തമായി ഇടിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൊട്ടു മുന്നിൽ പോയ ഒരു യുവാവും യുവതിയും യാത്ര ചെയ്ത ബൈക്കിലും ഇടിച്ചു. തൊട്ട് ഫ്രണ്ടിൽ നമുക്കറിയാം ആ ഓട്ടോ ഡ്രൈവർ കൃത്യമായി ആ ബസ്സിൽ നിന്നും വഴി മാറിക്കൊടുത്തു, ആ ബസ് വരുന്ന റൂട്ടിൽ നിന്നും വഴി മാറിക്കൊടുത്തതുകൊണ്ടാണ് ആ ഓട്ടോയെ ഇടിക്കാതെ നേരെ ബസ് നിർത്തുന്നതിന് വേണ്ടി നേരെ കണ്ടെയ്നറിലേക്ക് കൊണ്ടുപോയി ഇടിച്ചത്. വല്ലാത്തൊരു നമുക്ക് പരിഭ്രാന്തി പരത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. എന്തായാലും വലിയൊരു ഇടിയായിരുന്നു ആ കണ്ടെയ്നർ ലോറിയുമായി നടന്നത്. പിന്നീട് ബസ് വെട്ടിപ്പൊളിച്ചാണ് ഈ ഡ്രൈവറിനെ പുറത്തെടുത്തത്. പക്ഷേ ഡ്രൈവറിനും മറ്റ് യാത്രക്കാർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല. നിസ്സാര പരിക്കുകളോടെ കൊച്ചിയിലെ വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. തിങ്കളാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എൽദോ. ഉറപ്പായും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായുണ്ടായ അതേ തുടർന്ന് ഒരു ആംബുലൻസിൽ ആദ്യം ഇടിക്കുന്നു, പിന്നീട് നിരനിരയായി ടൂ വീലർ പോവുകയാണ്. അതിൽ ഒരു യുവാവും യുവതിയും സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിക്കുന്നുണ്ട്. മറ്റ് രണ്ടുപേർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ഒരു ഓട്ടോറിക്ഷ അപകടം ഒഴിവാകുന്നു, നേരെ ട്രക്കിലേക്ക് ഇടിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ട ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക്. മറ്റു വാർത്തകളിലേക്ക്. ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ വധത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ കലുഷിതം. ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി തൊടുത്ത 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകളിൽ 90% ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇറാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ആ തെറ്റിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനിടെ ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശവും നൽകി. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. കിരൺ, പശ്ചിമേഷ്യയിൽ ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ്. ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളുടെ വരവാണോ എന്നുള്ള സംശയം. എന്നാലും ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ ആദ്യം. പരിക്കേറ്റവരെത്രയാണ്? അതിൽ ഇസ്രായേൽ പറയുന്നു ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന്. എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായത്. ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുള്ള നിരന്തരമായ തുടർച്ചയായ ആക്രമണമായിരുന്നു. ഈ ആക്രമണങ്ങളെ ഭൂരിഭാഗവും തടയാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല, 90% മിസൈലുകളും ലക്ഷ്യസ്ഥലത്ത് തന്നെ എത്തി എന്നുള്ളതാണ് ഇറാൻ്റെ അവകാശവാദം. ചില ദൃശ്യങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് നിരവധി മിസൈലുകൾ ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിൽ, ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആൾനാശം ഉണ്ടായതായോ ആരെങ്കിലും മരണപ്പെട്ടതായോ പരിക്കേറ്റതായോ ഇതുവരെയും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യമായ നാശനഷ്ടങ്ങൾ മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന മിസൈലുകൾ അവിടെ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് തന്നെ വിവിധ ആളുകളൊക്കെ എടുത്ത ദൃശ്യങ്ങളൊക്കെ ലോകത്ത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കരുതിയിരിക്കുക, ഏത് സമയത്തും അതിശക്തമായ പ്രത്യാഘാതം ഉണ്ടാവും. ഇറാനിലെ ഭരണാധികാരികൾക്ക് ഇസ്രയേൽ എന്താണ് എന്ന് അറിയില്ല
എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ശക്തമായ തന്നെ മുന്നറിയിപ്പ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ നാവികസേന ഈ കടലിടുക്കിലുള്ള 2 പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളുണ്ട്. ഈ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഇസ്രായേൽ സേനയുമായി ചേർന്നുകൊണ്ട് ഈ മിസൈലുകളെ തടുക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനത്തിന് അമേരിക്കയും സഹായം നൽകി എന്നതുകൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യം UN-ഉം അതോടൊപ്പം തന്നെ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളും ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. UN-ന്റെ അടിയന്തര രക്ഷാസമിതിയുടെ യോഗവും ചേരുന്നുണ്ട്. എന്തായാലും യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇതുവരെയും ഉണ്ടായിരുന്നത്. ഹമാസുമായിട്ട് ഗസയിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഏത് സമയവും പ്രത്യാക്രമണം ഉണ്ടാവും എന്നത് ഉറപ്പായിരുന്നു. ഹമാസിനെ പോലെ അത്ര വേഗത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഹിസ്ബുള്ളയുടേത്. ഹമാസ് അങ്ങനെ ഒരു ചിതറിത്തെറിച്ച രൂപമാണെങ്കിൽ ഹിസ്ബുള്ള അങ്ങനെയല്ല. അത് സ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് വ്യക്തമായ സൈനിക സംവിധാനങ്ങളുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യവും ആയുധശേഷിയും ആൾബലവുമുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സുപ്രീം കമാൻഡറെ തന്നെയാണ് വധിച്ചത്. അദ്ദേഹത്തെ സുപ്രീം കമാൻഡറെ അതോടൊപ്പം തന്നെ തലവനെയും നസറുള്ളയും അതോടൊപ്പം തന്നെ കമാൻഡറെയും വധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 2 നേതാക്കൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാനിലെ ഒളിത്താവളത്തിൽ നിന്നടക്കം ഇവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ നടത്തുന്നു. ഇതിന് ഒരു തിരിച്ചടി എന്ന വണ്ണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ശക്തമായ ആക്രമണം ഉണ്ടായത്. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇതിനു മുന്നോടിയായി ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നു. ഏത് സമയത്തും അത്തരമൊരു ആക്രമണത്തെ അവർ കരുതിയിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു. ആ വീഡിയോ സന്ദേശത്തിൽ കുലീനരായ പേർഷ്യൻ ജനത എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. ജനങ്ങളെ കൂടെ നിർത്തുക, അധികാരികളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള തന്ത്രം കൂടിയായിരുന്നു ആ നെതന്യാഹുവിൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പണം, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണം, ഈ പണമാണ് ആവശ്യമില്ലാത്ത യുദ്ധങ്ങൾക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഈ കാപട്യത്തെ തിരിച്ചറിയുക, ഇറാൻ ജനതയ്ക്ക് ഒരു വിമോചനം ഉണ്ടാക്കും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നെതന്യാഹു നൽകിയത്. ഇപ്പോൾ ശക്തമായ രീതിയിലേക്ക് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇറാനു നേരെ ഉണ്ടാവാനുള്ള സാധ്യത അത് ഏതു സമയവും ഉണ്ടാവും എന്നത് ഏറെക്കുറെ ഉറപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിലേക്ക് ഒരു സാഹചര്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഹിസ്ബുള്ള പോലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയ്ക്കെതിരെ ഹമാസുമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഏറെക്കുറെ ജയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ട്. പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഏകദേശം 1 വർഷത്തോളമാകുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ആരംഭിച്ചതാണ്. അതിപ്പോൾ ഈ വർഷം ഈ ഒക്ടോബർ ആവുന്നു. ഈ സമയത്ത് പോലും പൂർണ്ണമായും ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഹമാസിൻ്റെ എത്രയോ ഇരട്ടി സൈനിക ശേഷിയും ആൾബലവും ഒക്കെ ഉള്ള സംഘടനയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് നേരെ അത്തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ തിരിച്ച് പ്രത്യാക്രമണം ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടുത്ത ജാഗ്രതയിലും യുദ്ധഭീതിയിലുമാണ് പശ്ചിമേഷ്യ ആകെ നിൽക്കുന്നത്. ഇസ്രായേൽ അതിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ആളുകളോട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ബങ്കറുകളിലേക്ക് പോകാനുമൊക്കെ ഉള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഏത് സമയവും അത്തരത്തിലേക്കുള്ള ആക്രമണം ഇനിയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറിച്ച് ഇറാനും ആ തരത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനി മറ്റൊരു ആക്രമണം കൂടി ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഈ തരത്തിലേക്ക് ഒരു യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് ഒരു യുദ്ധം പോയാൽ അങ്ങനെ ഹമാസുമായോ അല്ലെങ്കിൽ ഗസയുമായോ നടത്തിയ ഒരു യുദ്ധം പോലെ ആകില്ല. ഇറാൻ ഇസ്രായേൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പൂർണ്ണമായും നീങ്ങുന്നതെങ്കിൽ അത് കടുത്ത പ്രത്യാഘാതം ലോകത്താകമാനും പശ്ചിമേഷ്യൻ മേഖലയിലാകമാനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൾനാശവും മരണവും ഒക്കെ ഒന്നതിനപ്പുറത്തേക്ക് വാണിജ്യ രംഗത്തും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി നിരവധി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങളാണ്. അത്തരത്തിലേക്കുള്ള വാണിജ്യ ബന്ധങ്ങളിലടക്കം വലിയ തടസ്സവും തിരിച്ചടിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി രക്ഷാസമിതിയുടെ യോഗം ചേർന്ന് എങ്ങനെയും ഇത് അവസാനിപ്പിക്കുക, ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരമൊരു വെടിനിർത്തൽ ശ്രമത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ പല കുറി ഉണ്ടായതാണ്. പക്ഷേ അപ്പോഴൊന്നും അത്തരമൊരു ഇതിന് വഴങ്ങാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. ഇസ്രായേലിൻ്റേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇസ്രായേൽ യുദ്ധമുഖത്ത് തന്നെ തുടരുകയായിരുന്നു. ഒരേ സമയം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രപരമായി തന്നെ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഹമാസിനെ ഒരു ഭാഗത്ത് നേരിടുമ്പോൾ മറുഭാഗത്ത് ഹിസ്ബുള്ളയും മറ്റൊരു ഭാഗത്ത് ഹൗദികളെയും നേരിടാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത്തരം ഒരു ശ്രമം ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ ഇറാന് അറബ് രാജ്യങ്ങൾക്കിടയിൽ കാര്യമായ പിന്തുണയില്ലെങ്കിലും UAE, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളടക്കം അമേരിക്കയുടെ
ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പോലും അത്തരമൊരു യുദ്ധത്തിലേക്ക് വന്നാൽ ഈ രാജ്യങ്ങളുടെ അടക്കം നിലപാടുകൾ നിർണായകമാകാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം കിരൺ, ഈ ലോകരാജ്യങ്ങൾ ഇത് ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇസ്രായേലിനൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക നിൽക്കുന്നു. മാത്രമല്ല ഇന്നലത്തെ ആ ആക്രമണത്തിൽ നേരിട്ട് പ്രതിരോധിക്കാനായി പങ്കെടുത്തു എന്ന് പെന്റഗണും വ്യക്തമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ നിലപാടെന്താണ്? ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായോ? ഇന്ത്യയോട് ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യം ഇറാൻ എംബസി ഉന്നയിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരിട്ടുള്ളൊരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളെയും തള്ളിക്കളയാൻ കഴിയുന്ന രാജ്യങ്ങളല്ല. ഇറാനായാലും ഇസ്രായേലായാലും രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് പലതരത്തിലുള്ള വാണിജ്യ ബന്ധവും ചരിത്രപരമായി തന്നെ സൗഹൃദവും ഒക്കെയുള്ള രാജ്യമാണ്. നേരത്തെ കൂടുതൽ ഇറാനുമായും അത്തരം അറബ് രാജ്യങ്ങളുമായിട്ടായിരുന്നു കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലുമായും സമാനമായ രീതിയിൽ തന്നെ സൈനിക രീതിയിലടക്കം സഹകരണമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ആയിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. അതോടൊപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അസ്ഥിരതയുണ്ടായാൽ വലിയൊരു ഭാഗം ഇന്ത്യക്കാർ പണിയെടുക്കുന്ന രാജ്യങ്ങളാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാകെ. അവിടെയെല്ലാം മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെക്കാളേറെ പണിയെടുക്കാനായി കൂടുതൽ പോയിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമാധാനം പുലരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നിമിഷം, ഇപ്പോൾ നമ്മോടൊപ്പം അരുൺ ഇസ്രായേൽ ചേരുന്നുണ്ട്. യൂട്യൂബറാണ്, വ്ളോഗറാണ്. അരുൺ ടെല്ലവീവിലല്ലേ ഉള്ളത്? അതെ, ടെല്ലവീവിലാണ്. അരുൺ, ഇന്നലത്തെ സാഹചര്യം അത് എങ്ങനെയാണ്? എന്താണ് അരുൺ അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നലെ വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിരുന്നു. കാരണം അമേരിക്കയുടെ ഇൻഫർമേഷൻ വന്നപ്പോൾ തന്നെ ഈ ഇസ്രായേൽ അലേർട്ടായിരുന്നു. ഇസ്രായേലിലെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെയും IDF-ന്റെ ചാനലുകളിലൂടെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിലും ഏകദേശം വൈകുന്നേരം 7 മണിയായപ്പോഴാണ് ടെലവീവ് യാഫോയിൽ ഒരു തീവ്രവാദി ആക്രമണം അഥവാ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്. 3 ടെററിസ്റ്റുകൾ ജനങ്ങളിലേക്ക് നിറയൊഴിക്കുകയും അതിനെ തുടർന്ന് മരണസംഖ്യ ഇതുവരെ 6 പേരായിട്ടുണ്ട്. 10ഓളം ആളുകൾ കാഷ്വാലിറ്റി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതിനുശേഷം രാത്രി 8 മണിയായപ്പോഴത്തേക്കും നമുക്ക് മൊബൈൽ അലേർട്ടുകൾ വന്നിരുന്നു, മിസൈൽ അലേർട്ടുകൾ. നമുക്കറിയാം, അയൺ ഡോം അല്ലെങ്കിൽ IDF സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേലിലെ ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും ഏതൊരു സാധാരണ വ്യക്തിയുടെയും മൊബൈലിലേക്ക് അലേർട്ടുകൾ വരുന്ന രീതിയിലാണ് ഇവിടെയുള്ള അലേർട്ടിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് മൊബൈലിൽ അലേർട്ട് വന്നു. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളും, ഇസ്രായേലിലുള്ള എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളും എമർജൻസി അലേർട്ട്, ഈവൻ നമ്മൾ ഈ മിസൈൽ അലേർട്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വരുള്ളൂ. പക്ഷേ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും തന്നെ രാജ്യവ്യാപകമായിട്ട് അലേർട്ടിംഗ് മെസ്സേജുകൾ വന്നിരുന്നു. അതിനെ തുടർന്ന് സൈറൻ സൗണ്ട് ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ എല്ലാവരും ബങ്കറിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 90% ആളുകളും ആക്സസബിൾ ആയിട്ടുള്ള ബങ്കറുകളിലേക്ക് മാറിയിരുന്നു ഇസ്രായേലിൽ. അതുകൊണ്ട് തന്നെ ഇത്രയും മേജർ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ടെലവീവിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മിസൈൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് 3 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഇസ്രായേൽ സ്വദേശികൾ തന്നെയാണ് അവർ. അതല്ലാതെ വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മാറിയത് കൊണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഭീതി ആളുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൗണ്ടും നമ്മൾ ഈവൻ ബങ്കറിലാണെങ്കിൽ പോലും ആ ബങ്കറിൽ വല്ലാത്ത രീതിയിൽ കുലുക്കവും വൈബ്രേഷനൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇസ്രായേലിനെ കുറച്ചു നേരത്തേക്കെങ്കിലും ഇസ്രായേലിലെ ഒന്ന് സ്ട്രക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ സ്ട്രക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ ഒഴിച്ചു മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇസ്രായേലിലെ ജനജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന, സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളാണ് ഇസ്രായേലിലെ ആളുകൾ. സോ ഏകദേശം 8 to 8:30 വരെ നീണ്ടു നിന്നെങ്കിലും തുടർന്നുള്ള നിമിഷങ്ങളിൽ തന്നെ വീണ്ടും ജനജീവിതം സാധാരണഗതിയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അരുൺ, അതായത് ഒരു അരമണിക്കൂർ സമയമാണോ ഈ ആക്രമണം നടന്നത്? ഏകദേശം 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പം ഏകദേശം അരമണിക്കൂർ 35 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. അരുൺ, ഈ അവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാടുണ്ട്, ഇന്ത്യക്കാർ ഒരുപാടുണ്ട്,
അതിനൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്ന ഒരു ആശങ്കയുണ്ടാകുമല്ലോ. അത് സധൈര്യം നേരിടുക എന്നതാണ്. എന്താണ് അതിൻ്റെ അവരുടെ ഒരു മാനസികാവസ്ഥ? തീർച്ചയായിട്ടും പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അറ്റാക്ക് പല സ്ഥലത്തു നിന്ന് അല്ലെ 3/4 ഏരിയയിൽ നിന്നൊരു അറ്റാക്ക് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതിനു മുന്നേ ഫലസ്തീനുമായിട്ടും അല്ലെങ്കിൽ ഹമാസുമായിട്ടും മാത്രം ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു അക്രമമായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇത് മൂന്ന് വശത്തുനിന്നും ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സാഹചര്യം നിലവിലുള്ള അപ്പോൾ തീർച്ചയായിട്ടും ആളുകളെല്ലാം ആശങ്കയിലാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മളും അല്ലെങ്കിൽ ഫോറിൻ വർക്കേഴ്സ് എന്ന നിലയിലും ഇസ്രായേലീസിനും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഗവൺമെന്റിലും IDF-ന്റെ സംവിധാനങ്ങളിലും ജനങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു. നാളിതുവരെ ഉള്ള നമ്മുടെ ഒരു അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും ആ ഒരു IDF-ന്റെയോ ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തുടർന്നും കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള എല്ലാവരും. അരുൺ, ഈ എംബസിയൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് അവിടുത്തെ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഇന്ത്യൻ എംബസി കോൺടാക്ട് നമ്പറുകളുണ്ട്. എംബസി മുമ്പോട്ട് വയ്ക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ഇത് തന്നെയാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക, അല്ലാത്തവർ സേഫ് ആയിട്ടിരിക്കുക. അലാറംസ് വന്നു കഴിഞ്ഞാൽ ബങ്കറുകളിലേക്ക് മാറുക എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് തരുന്നത്. അരുൺ, ഈ പരിചിതമല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ബങ്കറുകൾ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? എത്ര ദൂരം ഇടങ്ങളിൽ ബങ്കറുകളുണ്ട്? എങ്ങനെയാണ് അതിലേക്കുള്ള ആക്സസ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഇസ്രായേലിൽ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ ബിൽഡിംഗ് പ്ലാനിനോട് കൂടെ മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ടും ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ബങ്കറുകൾ അല്ലെങ്കിൽ സേഫ്റ്റി റൂമുകൾ എന്നുള്ളത്. അപ്പൊ എല്ലാ ബിൽഡിങ്ങിലും തന്നെ മോസ്റ്റ് ഓഫ് ന്യൂ ജനറേഷൻ ബിൽഡിങ്ങുകളിലെല്ലാം തന്നെ ബങ്കറുകൾ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അടുത്ത് തന്നെ എപ്പോഴും തന്നെ ഒരു 300 മീറ്റർ ചുറ്റളവിൽ ബങ്കറുകൾ ഉണ്ടാവും. ഒരു മിസൈലിന്റെ അലേർട്ട് സൈറൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മിനിറ്റ് 38 സെക്കൻഡിനും 50 സെക്കൻഡിനും ഇടയ്ക്ക് 1.5 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ടൈം പീരീഡ് കിട്ടും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അയൺഡോം ഈ മിസൈലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏകദേശം അത്രയും സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ബങ്കറുകൾ ഇസ്രായേലിൽ വിവിധ സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. ഈവൻ ബസ് സ്റ്റേഷനിലായിക്കോട്ടെ, പൊതുസ്ഥലങ്ങളിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, പാർക്കുകളിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ. ഈവൻ നമ്മളിപ്പോൾ റോഡിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ട് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അലാറം വന്നത്. ഈവൻ സിഗ്നലിലാണെങ്കിൽ പോലും നമ്മൾ വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ടിട്ട് അടുത്ത ഏതാണ് ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ ബങ്കർ നമുക്ക് അഭയം തേടാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഇഷ്യൂസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി അലാറം കഴിഞ്ഞ് വീണ്ടും 1-2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പുറത്തെ സാഹചര്യം വിലയിരുത്തിയിട്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് വിലയിരുത്തുന്നത് വരെ നമുക്ക് ബങ്കറിൽ തുടരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അരുൺ ഇന്നലെ പോയത് പെട്ടെന്ന് കണ്ട ഒരു ബിൽഡിങ്ങിന്റെ ബങ്കറിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതെ, അതായത് ഞാൻ റോഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ സേഫ്റ്റി അലാറം വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് പുതിയൊരു കാര്യമല്ല, ഇസ്രായേലിൽ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തുള്ള ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന്. നമ്മൾ മലയാളികൾക്ക് അത്രമാത്രം, ഇവിടെയുള്ളവർക്ക് അത്ര പരിചിതമല്ല ഈ സാഹചര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് ചോദിച്ചത്. ഓർക്കുക പോലും പ്രയാസകരമാണ്, ഊഹിക്കുക പോലും. എത്ര ദൂരത്തിലായിരുന്നു ഈ അരുൺ ഉണ്ടായിരുന്ന ബങ്കറിന്? എത്ര ദൂരത്തിൽ ഈ ആക്രമണം നടന്നിട്ടുണ്ട്? ഏകദേശം ഒരു 4 കിലോമീറ്റർ അടുത്ത് ആയിരുന്നു ഈ മിസൈൽ റെസ്റ്റോറൻറ്റിലേക്ക് ഹിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ യാഫോ ഏകദേശം 3 കിലോമീറ്റർ ദൂരെ ആയിരുന്നു, ഞാൻ ഉണ്ടായിരുന്ന 3 കിലോമീറ്റർ ദൂരെയായിരുന്നു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നത്. ഈ ആ ബിൽഡിങ്ങുകൾ അവിടെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ മിസൈൽ ഹിറ്റ് ചെയ്ത 181 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്ര എണ്ണം ഹിറ്റ് ചെയ്തു എന്നുള്ളതിൽ വ്യക്തതയില്ല. ഒരു റെസ്റ്റോറന്റും ഒരു സ്കൂളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുള്ളത് ഈ സ്കൂളിലും റെസ്റ്റോറന്റും. രാത്രി ആയിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ ആരും ഉണ്ടായിരുന്നില്ല, ബിൽഡിങ്ങിന് നാശനഷ്ടം ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നവരിൽ 3 പേർക്കാണ്, ബാക്കിയുള്ളവർ ബങ്കറുകളിലേക്ക് മാറിയിരുന്നു. 3 പേർക്കാണ് ആ അപകടം സംഭവിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ഗതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ അരുൺ?
തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഓരോ ഇസ്രായേലികളുടെയും ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം അവര് എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്യുന്നത് വരെ അതിന്റെ ഒരു സീരിയസ്നെസ്സും അതിന്റെ ഒരു ടെൻഷനും അവർക്ക് ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും ബാക്ക് ടു റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ജനതയാണ് ഇസ്രായേലിന്റെ ജനത. സോ നമ്മളിവിടെ ജീവിക്കുന്നത് കൊണ്ടും കുറെയൊക്കെ നമ്മൾക്കും ആ ഒരു സാഹചര്യങ്ങളുമായിട്ട് നമ്മളും പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണ്? ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? അങ്ങനെ സാധാരണ ഇതിലേക്ക് പോവുകയോ? ആരോടും ഇന്ന് കിടക്കുകയാണോ അങ്ങനെ? തീർച്ചയായിട്ടും ആസ് യൂഷ്വൽ ഇന്നല്ല, ഇന്നലെ ഞാൻ ഈവൻ നമ്മൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായി 8:30 അല്ലെ 8:35 തന്നെ ആ ഒരു സ്പോട്ട് നമ്മൾ വിട്ടു. ബങ്കറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ യൂഷ്വലി ഡ്രൈവ് ചെയ്ത് പോരുവാണ്. അപ്പോഴത്തന്നെ അവിടെ വീണ്ടും ട്രാഫിക് പഴയ പോലെ തന്നെ ആകുന്നു. ബസ് റൂട്ടുകൾ നിർത്തി വെച്ചിരുന്ന ബസ് റൂട്ടുകൾ ഉടനെ തന്നെ കണ്ടിന്യൂവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെന്താണെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാതൃകാപരവുമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അരുൺ, ഒരുപാട് നന്ദി ആ സമയത്ത് ചേർന്ന്. ഇന്ന് എപ്പോഴാണ് പോകേണ്ടത്? പോകാറായോ? ഇല്ല, രാവിലെ ഇപ്പം ഇനിയുണ്ട്, 1-2 മണിക്കൂർ കൂടെ സമയമുണ്ട്. ശരി, എന്താണെങ്കിലും സുരക്ഷിതനായിരിക്കുക, നിർദ്ദേശങ്ങൾ പാലിച്ചതിന് പോവുക. നമ്മൾ ഇനിയും ബന്ധപ്പെടും, നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയും വേണം കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അരുണാണ് ഇസ്രായേലിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല അരുൺ പറയുന്നത്, പക്ഷേ അവിടെ ജീവിച്ച് അതിൻ്റെ ശീലത്തിലേക്ക് എത്തിയവരുടെ അനുഭവങ്ങൾ, പ്രതികരണമാണ് നൽകിയത്. കിരൺ ബാബു തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇപ്പോൾ ഇസ്രായേലിലുള്ള മലയാളിയായിട്ടുള്ള അരുൺ പറയുന്നത് അത്രമാത്രം അവർക്ക് ആശങ്കയില്ല എന്നുള്ള മട്ടിലാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭീതി അത് വലുതാണ്. മാത്രമല്ല, അവിടെ അത്തരത്തിലൊരു യുദ്ധഭീതി ഉണ്ടായാൽ, യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അത് പൊളിറ്റിക്കലി എക്കണോമിക്കലി ഒക്കെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ UN ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വെടിനിർത്തൽ അത് അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സമാധാനത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ. ഓക്കെ, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഓരോ ചാനലിനെയും ചിലർ RSSന്റെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ചിലരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന UDFന്റെ ഓക്സിജൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലരെയും പലതും വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാനിത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രി പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര കാലം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി 1998 മുതൽ ഈ 2024 വരെ 1/4 നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത്, പത്രസമ്മേളനം നടത്തിയത്, ഇടപെട്ടത്, എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങളും ഞാനും സമൂഹവും. ഒരു സംശയമില്ല. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത്. സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം. അതിന് നിങ്ങൾ പല വ്യാഖ്യാനം നൽകും. എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഞാൻ പറയട്ടെ, പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിയിരുന്നു. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് 2021 ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇന്നലെ വേറൊരാളായിരുന്നു, നാളെ വേറൊരാളാകും. ആരാണോ തല, ആ തലയെ അടിക്കും. ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും. എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മന്ത്രിയായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം
അതിനെതിരെ പൊളിറ്റിക്സ് പറയും, പറഞ്ഞു തന്നെ പോകും. ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള PR വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ. കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നവരെ പലരും പറഞ്ഞല്ലോ. നിങ്ങൾ എത്ര പേര് കനകോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്? കനകോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് നിങ്ങൾ മിണ്ടിയിട്ടുണ്ട്? നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല? വളരെ ബോധപൂർവ്വം നിങ്ങൾ പരിശോധിക്കേണ്ടേ. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ, കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ? ശക്തമായി വന്നിട്ടുണ്ട്. നിങ്ങളാരും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. പറയാനുള്ളത് പറയും, പറഞ്ഞ് മുന്നോട്ട് പോകും. ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നു. അതിപ്പോൾ ഇപ്പം ഇന്നലെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല, അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നുള്ളതാണ്. അതുവരെയുള്ള കാര്യമല്ല. എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ബന്ധപ്പെട്ടവർ പറയും. ഇതില് അത് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. അതിപ്പോ എനിക്കിപ്പോ സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നു. മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങൾ അതിൽ എടുക്കേണ്ടത്. അതിലും നിങ്ങൾ ഇതുപോലെ CD കുറേ കൊണ്ടുപോയി അവസാനം അത് പച്ചക്കള്ളെന്ന് നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങളെ കുഴിച്ചടിച്ചതല്ല, നിങ്ങൾ കുഴിച്ചടിച്ചതാവാം, ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിച്ചതാവാം. ഇവിടുത്തെ UDFൻ്റെ നേതൃത്വമുണ്ട്, BJPയുടെ നേതൃത്വമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഇവരൊക്കെയുണ്ട്. ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല. കാരണം അത് കാണിക്കാൻ പറ്റില്ല. ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാണിക്കില്ല. പക്ഷെ അതൊരു വസ്തുതയാണ്. നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം. അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഞങ്ങൾ തുറന്നു കാണിക്കും. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കും. വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത്? എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത്? മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്ത EMSന്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമല്ലേ? മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറായോ? ഏറ്റുപിടിച്ചില്ല. ഇത് കേക്ക്. അതിനുശേഷം അല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ്. നിങ്ങൾക്ക് പരസ്യമായി പറയാം. നിങ്ങൾക്ക് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ 10 രൂപ ആളിലുണ്ട്. ഇത് വളഞ്ഞിട്ട് അടിയൊന്നുമല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട്. പക്ഷെ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന്, കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം. പറ്റിയതൊരു അബദ്ധമായിപ്പോയി എന്ന് പറയാൻ തയ്യാറാവും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാ. നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ട് ഞാൻ ഇപ്പോൾ പറയാനുള്ള പറഞ്ഞു. എന്തെങ്കിലും അതിന് മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു. ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും. ബാക്കി എല്ലാവർക്കും ഇതായിട്ട് ഒറ്റ ഉത്തരം പറയാം. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ഒരു തരത്തിൽ നമ്മൾ വിടൂല കേട്ടോ. അത് മനസ്സിലാക്കിയോ? ഇതോ നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.
അത് പറയും. അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദനയായിട്ടും കാര്യമില്ല, പറയേണ്ടത് കൃത്യമായിട്ട് പറയും. ഇവിടെയും കൃത്യമായിട്ട് അല്ല, ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എങ്ങനെ പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ ഉടമകൾക്ക്, മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പലരും പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്ര ഇപ്പൊ എനിക്ക് പറയണം. ബാക്കി നമ്മൾ പറയാം. അല്ല അത് നമ്മൾ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ, അല്ല. മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്, മുഖ്യമന്ത്രിക്ക് ഒന്നും മറയ്ക്കാനില്ല എന്നും മന്ത്രി റിയാസ് പറയുന്നു. വളരെ മാന്യമായ പ്രവർത്തനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കനകോല് വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല അത് കേക്ക്, കനകോല് വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണെന്ന് പറഞ്ഞു. ഇനിയും പറയും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും, ചില വ്യാഖ്യാനങ്ങൾ നടത്തും. ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായടപ്പിക്കാനാണ്. എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങൾ പ്രതികരിക്കും, മന്ത്രിമാർ പ്രതികരിക്കും, ഇടതുപക്ഷ നേതാക്കൾ ഇപ്പം എല്ലാവരും പ്രതികരിച്ചു വരുന്നുണ്ടല്ലോ, ശക്തമായി പ്രതികരിക്കും. നിങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ട് ചിലത് ഉത്തരം കിട്ടാനെനിക്ക് എൻ്റെ വായിന്ന് കിട്ടൂല, മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടി ഇരിക്കാം. ഞാനിത് അവസാനം വരെ നിൽക്കാൻ തയ്യാറ്. നിങ്ങൾ എപ്പോൾ പൊയ്ക്കോ എന്ന് പറയുന്നത് എപ്പോൾ പോകാൻ തയ്യാറ്. നിങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിച്ച എത്ര കൊല്ലമായി? ഇപ്പോൾ 26 കൊല്ലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നു ഇല്ലേ? വേട്ടയാടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ? എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അല്ല അത് കേക്ക്, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി. ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കും. ഇടതുപക്ഷം മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. നിങ്ങൾ എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. അത് പറഞ്ഞു പോകും. ഞങ്ങൾക്ക് ഒരൊറ്റ സംശയമുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അപവാദ പ്രചരണവും നടത്തിയിട്ടില്ല. അത് താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ മാത്രമാണ്. നിങ്ങള് കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ, ഓരോന്നെടുത്തോ നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ച് കൈകാര്യം ചെയ്യുക. എന്നിട്ട് മാത്രമല്ല, പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും. ചിലപ്പോൾ എന്താ അറിയോ, എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും. പക്ഷെ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രൊമോഷൻ ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക്, ഒരു നെക്സസ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ, ഒരു നെക്സസ് ഉണ്ട്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്? UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. മുന്നണിയിൽ ഇല്ലാന്നേ ഉള്ളൂ, എല്ലാ നിലയിലും സഹായിക്കുകയാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, തീവ്രവാദ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ്. അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കും. 200-ലധികം ആളുകൾ, സഖാക്കൾ RSSനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി. 200-ലധികം സഖാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെ ജീവൻ പോയാലും RSSനെ ശക്തമായിട്ട് എതിർക്കും, ശക്തമായി എതിർത്ത് പോകും. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ RSS ആയിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കില്ല. അതിലും വലിയൊരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ഇതിപ്പോ ഇങ്ങനെ പോയ നമുക്കൊരു കാര്യം നിങ്ങൾ ഇത് കേക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മുഖ്യമന്ത്രി മലപ്പുറത്ത് അപമാനിച്ചിട്ടില്ല, അത് ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തെ പറ്റിയുള്ള വിവാദങ്ങൾക്ക് മറുപടി നൽകുകയാണ്. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല,
ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. 26 വർഷത്തോളം ഇടതുപക്ഷത്തെ നയിച്ച ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് വിലപ്പോകില്ല എന്നുള്ള നിലപാട് അറിയിക്കുകയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് മലപ്പുറത്ത്. മുഖ്യമന്ത്രിക്ക് ഒന്നും മറയ്ക്കാനില്ല എന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നു. ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു പൊളിറ്റിക്കൽ നെക്സസുകളെ പറ്റി എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നും PA മുഹമ്മദ് റിയാസ് ചോദിക്കുന്നു. വാർത്താരംഭത്തിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. വാർത്താരംഭം തുടരുകയാണ്. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ PV Anwar വിമർശനം തുടരുന്നതിനിടെ മുൻമന്ത്രിയും തവനൂർ MLA-യുമായിട്ടുള്ള KT ജലീൽ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പോലീസിനെതിരെ അടക്കം PV Anwarനെ പിന്തുണച്ച ജലീൽ അതേ നിലപാട് തുടരുമോ എന്നത് നിർണായകവുമാണ്. രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച നിർണായക പ്രഖ്യാപനവും ഇന്നുണ്ടാകും. വിരമിക്കൽ മൂഡിലാണ് എന്നും CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാവിലെ 10 മണിക്കാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയുടെ സഹായം തേടിയതിൽ അടക്കമുള്ള വിഷയങ്ങളിൽ PV Anwar ഇന്നും വിമർശനം തുടരാൻ സാധ്യതയുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ആദ്യം ജലീലിന്റെ പുസ്തക പ്രകാശനം അത് 10 മണിക്കാണല്ലോ. ഈ ഒരു വിരമിക്കൽ മൂഡിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ള സൂചനയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അൻവറിന്റെ പാതയിൽ അൻവറിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് ജലീൽ. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങൾ എത്തിയപ്പോൾ പലപ്പോഴും നിശബ്ദനായി നിന്നു എന്ന് മാത്രം. ഒരു ബോംബിനുള്ള സാധ്യതയുണ്ടോ പുസ്തക പ്രകാശനത്തിന് ശേഷം? എന്തോ KT ജലീൽ ഈ ഒരു വിവാദ വിഷയങ്ങളിലെല്ലാം നമ്മൾ പ്രതികരണം തേടുമ്പോൾ ഒക്ടോബർ 2 തൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം കാണാം, അല്ലെങ്കിൽ ആ ദിവസം പറയാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം, അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് സൂചനകളുള്ളത്. അതിൽ തന്നെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാനൊരു വിരമിക്കൽ മൂഡിലാണ്, വായനയും എഴുത്തും ഹരമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹം അവസാനത്തേക്ക് എത്തുമ്പോൾ പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി സേവനം ഞാൻ നൽകും, CPIM-ന്റെ സഹയാത്രികനായി തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിൽ ഇപ്പോഴുള്ള നിലപാട്. അതായത് പാർട്ടിയുമായി ഇപ്പോൾ അൻവർ നടത്തുന്ന പോരിന് ജലീലിൻ്റെ പിന്തുണയുണ്ടാകില്ല എന്ന സൂചനകൾ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗമുള്ളത്. അതായത് ഈ CPM-നും ഇടതുപക്ഷത്തിനും തലവേദനയായി ജലീൽ ഒരു നിലപാട് സ്വീകരിക്കുകയില്ല എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹം തരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ ചിലതുണ്ടാകും. നമുക്കറിയാം, ഈ PV Anwar ഈ വിവാദങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയപ്പോൾ അൻവറിന് വലിയ പിന്തുണയാണ് ജലീൽ നൽകിയത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ അല്ല നേരിട്ടാകട്ടെ. അപ്പോൾ അത്തരത്തിൽ വലിയ പിന്തുണ നൽകിയെന്ന ജലീൽ പിന്നീട് മുഖ്യമന്ത്രിക്ക് നേരെ അൻവറിൻ്റെ ആക്രമണം തുടർന്നപ്പോൾ പിന്നീട് നിശബ്ദനാവുകയായിരുന്നു, പ്രതികരണങ്ങൾക്കില്ല എന്ന നിലപാടിലായിരുന്നു. ഇപ്പോൾ അൻവറിന് ഈ തരത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്ന് അൻവർ വേറിട്ട് പോകുന്ന സാഹചര്യത്തിൽ ജലീലിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പോലീസുമായി ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ അതിനപ്പുറം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുവാനും മുന്നണിയെ നയിക്കുവാനും ജലീലിന് താല്പര്യമില്ല എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇന്ന് 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ, രാഷ്ട്രീയ ഭാവി വിശദീകരിക്കുവാനൊക്കെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സമയം കണ്ടെത്തും. അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്താണെങ്കിലും പാർട്ടിക്ക് ജലീൽ പ്രതിസന്ധിയാകില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കുള്ളത്. അപ്പം PV Anwar മാധ്യമങ്ങളെ കാണുമെന്നാണല്ലോ അറിയിച്ചിരുന്നത് അല്പസമയത്തിനകം. എന്താണ് വൈകുന്നത്? എനിക്ക് തോന്നുന്നു രാവിലെ 8:30 തന്നെ അദ്ദേഹം കാണുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ 9:45 ഉടൻ കാണാൻ സാധ്യതയുണ്ടോ?
നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. രാവിലെ 8:30 അദ്ദേഹം കാണുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ഉദായിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഈ സമ്മേളനങ്ങൾ തുടർച്ചയായി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം, തൊണ്ടയ്ക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതേ തുടർന്ന് ആണ് ഈ നടപടികളൊക്കെ വൈകുന്നത് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ PR ഏജൻസി വിവാദത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം PV അൻവർ തുടക്കമിട്ടതാണ് ഈ വിവാദങ്ങളിലേക്കൊക്കെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. അപ്പോൾ PV അൻവറിൻ്റെ പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെയായിരിക്കും PK കുഞ്ഞാലിക്കുട്ടിയും UDF ഒക്കെ സ്വീകരിച്ച അതേ നയം തുടർന്നുകൊണ്ട് തന്നെയായിരിക്കുമോ അൻവറും മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ PV അൻവർ മാധ്യമങ്ങളെ കാണും. നമുക്ക് അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് മാധ്യമങ്ങളെല്ലാം ഇവിടെ. എന്നാലും PV അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ PR ഏജൻസി വിവാദത്തിലൊക്കെ എന്ത് ആണ് അദ്ദേഹം ഇനി പ്രതികരിക്കാൻ പോവുക, കിട്ടുന്ന അവസരങ്ങളിൽ എന്തൊക്കെ വിമർശനം ഉന്നയിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിനോട് പോലീസ് നിയമോപദേശവും തേടിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണല്ലോ കേസ്, അപ്പോൾ തിരുവനന്തപുരത്ത് ഹാജരാകാനാണോ, എന്താണ് നീക്കം? എൽദോ, SITക്ക് മുൻപാകെ തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് തീരുമാനമെന്നാണ് നേരത്തെ തന്നെ, അതായത് സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിച്ച ശേഷം, മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം അഭിഭാഷകർ അറിയിച്ചത് അത്തരത്തിലാണ്. അതായത് വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെയാണ് സിദ്ദിഖ് അവിടെ കൊച്ചിയിൽ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ ഓഫീസിലെത്തി അദ്ദേഹത്തോട് നിയമോപദേശം തേടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് ഈ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അതായത് ഇടക്കാല സംരക്ഷണം നൽകുക എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം എന്നോ നിബന്ധനയുണ്ട്. മാത്രമല്ല മറ്റ് നിബന്ധനകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരണ കോടതി അതിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ. കാരണം അത് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും അതല്ലെങ്കിൽ പകർപ്പുകളും ഒന്നും പുറത്ത് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം എന്ന് തന്നെയാണ് അതിലെ പ്രധാന ക്ലോസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായത്. അതിനുശേഷമാണ് അതായത് നിയമോപദേശം തേടുക. അതായത് 2 ആഴ്ച കാലത്തേക്ക് ഈ പറയുന്ന, അതായത് 14 ദിവസം ഈ പറയുന്ന മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ അതിന്റെ ഇളവ് ലഭിച്ച, അതിന്റെ ആനുകൂല്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടായിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും മറ്റൊരു ആശങ്ക സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ഇതൊരു ഗുരുതരമായ ക്രൈമാണ്, അതല്ലെങ്കിൽ ഗുരുതരമായ ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് പത്രം അവൈലബിൾ ആണ്. വൈകുന്നേരം 8:30 മണിക്കാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി കേസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ പകല് പൂർണ്ണമായും കടന്നുപോയി. ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പം തിരുത്തൽ കൊടുത്തില്ല? രാത്രി 8:30 മണിക്ക് ഞാനിത് പറയുമ്പോഴും തിരുത്തൽ കൊടുക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, ഇത് എഴുതി ചേർത്താണ്, അതുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാർത്തയാകുന്നു. രാത്രി 8:30യോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു. ആ സമയത്താണ് ഇതിങ്ങനെ PR ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇത് പച്ചക്കള്ളാണ്, പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതിൽ ആത്മാർത്ഥമായിട്ടാണ്, അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം? പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് വരണം. അതുണ്ടായില്ല. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി. രാത്രി 12 മണി വേണ്ട, രാവിലെ 5 മണി കൂട്ടിയാൽ
32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി, ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി, വാർത്താമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു രക്ഷയുമില്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം നമ്മളതിൽ സംശയിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ്, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. 150-60 കേസിൽ 129 കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ്. ഈ പണം ദേശദ്രോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യമന്ത്രി കേൾക്കുകയാണ്. ഇതുവരെ എയർപോർട്ടിൻ്റെ പേരുണ്ടായിരുന്നില്ല. മലപ്പുറം ജില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർ എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട്. ഇത്രയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലിപ്പോ അന്ന് വൈകുന്നേരം നടന്ന ചാനൽ ചർച്ചകളിൽ പത്രം ഇറങ്ങി രാത്രിയാണ് ചാനൽ ചർച്ചകൾ നടക്കുക. അന്ന് CPM-ന്റെ വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്കൊരു കുറിപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ടെസ്റ്റ് അല്ല. ഈ ടെസ്റ്റ് എത്രയോ കാലമായിട്ട് നടത്തിയതല്ലേ. എത്രയോ കാലമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണല്ലോ. ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരുന്നുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത്. ഇതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രം BJP ഓഫീസിലും RSS കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചത് 100% ഉറപ്പാണ്. ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്. ഇന്നലെ മന്ത്രി വി അബ്ദുറഹ്മാനും PR ഏജൻസി ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഹിന്ദു പത്രത്തിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. എന്തിനാണ് ഈ നുണ പറയുന്നത് സർക്കാർ? അല്ല, അത് തന്നെയല്ലേ. സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യസന്ധമായിട്ട് പാർട്ടീൻ്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്നോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ആകത്തുക എന്താ പറഞ്ഞത്? ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടോ ഈ ഗവൺമെൻറ്റിന്? അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ 3 കൊല്ലം ഈ സ്വർണ്ണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരുക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യമല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കൊടുക്കട്ടെ. ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും അതൊന്നുമില്ല. ഇന്നലത്തെ പറയുന്നത് എന്താ? ഇതിന് പിന്നെ ഒരു ദേശദ്രോഹ ശക്തികളുണ്ട്. ഇന്നലെ കുറച്ച് മയപ്പെടുത്തിയാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി. എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അന്വേഷണം അതുപോലെ തന്നെ. നാളെയാണ് ഇപ്പോൾ 1 മാസം തികയുന്നത്. എന്തായിരിക്കും അന്വേഷണ റിപ്പോർട്ട് എനിക്കറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു വിഷയം? നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് 4:30 മണിക്ക് ഇവർ വന്ന് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം. SIT-ൻ്റെ ഭാഗമായിട്ടാണ് വിജിലൻസ്. SIT-യിലെല്ലാം ഉണ്ട്. സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ 1 മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം നടത്താനാണല്ലോ 1 മാസം വെച്ചത്. അതിലിതൊക്കെ വരുമല്ലോ. അല്ല, മൊഴിയെടുക്കാൻ ഇവിടെ വന്നിരുന്നു.
നൽകിയില്ല. ഞാൻ മൊഴി നൽകിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഈ 1-ാം തീയതി 30 ദിവസം തികയുന്ന അന്വേഷണ റിപ്പോർട്ടൊന്ന് കാണട്ടെ, എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണോ വേണ്ടില്ലെങ്കിൽ ആ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ. വെറുതെ ഈ നാടകത്തിന് എന്തിനാണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ നിൽക്കാൻ തയ്യാറല്ല. ഞാൻ എനിക്ക് കോടതിയെ സമീപിക്കാനേ മാർഗമുള്ളൂ. ഹിന്ദു ലേഖനം മാത്രമല്ല, മുൻപ് പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന PR ഏജൻസികളാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അന്നൊക്കെ നിഷേധിക്കുക ചെയ്തത്. PR ഏജൻസികൾ ഇപ്പൊ അംഗീകരിച്ചില്ലേ? അതേന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഈ ഹിന്ദു പറഞ്ഞ വിശദീകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അധിക വാക്കുകൾ PR ഏജൻസി എഴുതി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഹിന്ദു പറഞ്ഞത്. അപ്പോൾ PR ഏജൻസി ഉണ്ട് എന്നതിനപ്പുറം മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഴുതി ചേർക്കാൻ മാത്രം ശക്തിയുള്ള PR ഏജൻസികളാണോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ നാടകല്ലേ. മുഖ്യമന്ത്രി ഈ ഇൻട്രാക്ഷൻ കൊടുക്കും, ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദു അതൊന്ന് പുറത്തു വിടട്ടെ. അവിടെ റെക്കോർഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഞാൻ വെല്ലുവിളിക്കാതെ പുറത്തു വിടാൻ ഹിന്ദു തയ്യാറുണ്ടോ? അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്തു വിടുന്നെങ്കിൽ ആ CD പുറത്തു നിൽക്കാൻ തയ്യാറുണ്ടോ? ഫോറൻസിക്കിന് കൊടുക്കാലോ. ഇതിൽ വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ. ജനങ്ങളെ സംശയം ദൂരീകരിക്കണ്ടേ ഗവൺമെൻറ്? ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? അവർ പറയുന്നത് എന്തും വിശ്വസിക്കുക, ജനങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയാതെ അംഗീകരിച്ചു കൊടുക്കുക കേരളീയ സമൂഹം. എൻ്റെ പൊന്നു സുഹൃത്തെ, തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ കൊണ്ടുവന്നതിനെ കുറിച്ച് ഒരു അന്വേഷിച്ചോ? ആരിത് കൊടുത്തു വിട്ടുന്നത് പോലീസ് അന്വേഷിച്ചോ? മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചോ? ഒരാളെ കണ്ടെത്തിയോ? അത് പോട്ടെ, അത് പോലീസിന് സാധിക്കില്ല, വിദേശത്ത് നിന്ന് വരുന്നതാണ്. ഇത് കൊടുക്കാൻ ആർക്ക് വേണ്ടിയാണ്? ഈ പാവപ്പെട്ട 500,000 റുപ്യക്ക് പണിയെടുക്കുന്ന റിയാലിന് പണിയെടുക്കുന്നവരാ. ഇത് വാങ്ങാൻ ഒരു ടീം അവിടെ ഉണ്ടല്ലോ, അവർ കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തോ? കേസിൽ ബുക്ക് ചെയ്തോ? PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. മലപ്പുറത്ത് വിവാദ അഭിമുഖം എന്തുകൊണ്ട് തിരുത്തിയില്ല? മണിക്കൂറുകൾക്ക് ശേഷമാണ് അഭിമുഖത്തിൽ വിശദീകരണവുമായി എത്തുന്നത്. അതും കള്ളത്തരമാണ് എന്നും PV അൻവർ ആരോപിക്കുന്നു. തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസിൽ സജിത്ത് എത്തും. ജോർദാനിലെ